Hi guys, again welcome back to my channel Kicks Daily Vlogs. ഇന്നൊരു മിനി ടൂർ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കുന്നത്. ഇത് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ മറൈൻ ഡ്രൈവ് വിസിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ എറണാകുളംകാരിയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മറൈൻ ഡ്രൈവിൽ പോകുന്നത്. ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ മറൈൻ ഡ്രൈവ് എത്തിയത്. എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ സമയം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ ഈ മറൈൻ ഡ്രൈവിൽ. ഞാൻ ഈ ഒരു സ്ഥലത്തെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണെന്നാണ് കേട്ടേക്കുന്നത്. പക്ഷേ ഞങ്ങളെത്തിയ സമയം കാലി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റി കേട്ടോ. ഒരുപാട് കപ്പലും ക്രൂസും ഒക്കെ നമുക്ക് പോകുന്ന കാണാനൊക്കെ സാധിച്ചു. ഈ തവണ ഞങ്ങളെക്കാളൊക്കെ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ആളാ കിക്കിമോൾ തന്നെയാണ് കേട്ടോ. അവൾക്ക് ഈ വെള്ളം, കപ്പൽ, ബോട്ട് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൾക്ക് ഇതികൂടെ ഓടി നടക്കാനുള്ള ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ടും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ സ്ഥലമൊക്കെ ആശാത്തിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം എടുക്കേണ്ടെന്ന് ആവശ്യം വന്നില്ല കേട്ടോ. അവിടെ തന്നെ ഓടിച്ചാടി എല്ലാ കാഴ്ചകളും കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴ കഴിഞ്ഞ സമയം ആയതുകൊണ്ടും ഒരുപാട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ആൾ അതികൂടെ തന്നെയാണ് കേട്ടോ നടക്കുന്നുണ്ടായിരുന്നത്. കണ്ടോ, ഈ സ്ഥലമൊക്കെ നല്ല കാലിയായിട്ടാണ് കിടന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അധികം തിരക്കൊന്നുണ്ടായില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്ന സമയമൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറൈൻ ഡ്രൈവിലെ ഈ കാണുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം ഫേമസ് ആണെന്നാണ് കേട്ടോ കേട്ടത്. ഒരുപാട് സിനിമകളൊക്കെ ഈ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏതൊക്കെ മൂവിയാണെന്ന് അറിയത്തില്ല, അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ഒരു കുട്ടി അവിടെ നിന്ന് കുറച്ച് പെന്നൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ പാവം തോന്നി. അങ്ങനെ ഞങ്ങളും അവളുടെ കയ്യിൽ നിന്ന് ഒരു പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഹിന്ദിക്കാരി കുട്ടിയായിരുന്നു അത്. അപ്പോൾ ഒരു പെന്നൊക്കെ വാങ്ങി ടിപ്പൊക്കെ കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതുപോലെ തന്നെ പെന്ന് കിട്ടിയപ്പോൾ നമ്മുടെ കിക്കിമോളും അതിലേറെ ഹാപ്പി ആയിട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു മറൈൻ ഡ്രൈവിൻ്റെ ഏകദേശം ഒരു ഓവറോൾ വ്യൂ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ചധികം സമയം ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. കാരണം നല്ല രസമുണ്ട് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ മെഹന്തി ഇട്ട് കൊടുക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെറ്റേഴ്സ് എഴുതിയ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ 1-2 സ്ഥലത്തായിട്ട് മോതിരം നെയിമൊക്കെ എഴുതി കൊടുക്കുന്ന കണ്ടായിരുന്നു. ബീച്ച് സൈഡ് എപ്പോൾ പോയാലും അവിടുത്തെ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ. അതുപോലെ ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. നല്ല മാങ്ങ, അത്യാവശ്യം മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അതിലേക്ക് മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈനാപ്പിളും ഞങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ വാട്ടർ മെട്രോ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർ മെട്രോ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. അങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു ബോട്ടും ക്രോസ് ചെയ്ത് ഇതിൻ്റെ അപ്പുറം പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് വേണം നമുക്ക് മറ്റേ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ വാട്ടർ മെട്രോ ഞങ്ങളെ ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമ്മുടെ വാട്ടർ മെട്രോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നതും ഇതിൽ കയറുന്നതൊക്കെ. ഇതിൽ അത്യാവശ്യം ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ. ഇതിൽ കയറാനായിട്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കാരണം ഫോർട്ട് കൊച്ചിയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലും ആശ്രയിക്കുന്നത് തന്നെ ഈ വാട്ടർ മെട്രോ തന്നെയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്തൊക്കെ.
ഞങ്ങൾ കാറൊക്കെ മറൈൻ ഡ്രൈവിൽ പാർക്ക് ചെയ്തിട്ട് ഇതുവഴി ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാനാണ് എന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള കുലുക്കമൊന്നും അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു പഴയ മോഡലൊരു ബോട്ടിലാണ് തിരിച്ചു വന്നത്. അതിൽ നമുക്ക് ശരിക്കും അറിയാമായിരുന്നു കേട്ടോ, ഈ ഒലയുന്നതും ആടുന്നതൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മറൈൻ ഡ്രൈവ് എത്തുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ബോട്ട് സർവീസിന് വേണ്ടിയിട്ട്. അതിന് അത്യാവശ്യം നല്ല റേറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാമിലി ബോട്ടിനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്തോ 2500 എങ്ങാണ്ടായിരുന്നു കേട്ടോ പറഞ്ഞത്. പക്ഷേ വാട്ടർ മെട്രോയ്ക്ക് വെറും 10 രൂപ താഴെ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അതുപോലെ ലോക്കൽസ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ വാട്ടർ മെട്രോ ആശ്രയിക്കുന്നത്. കൂടുതലും വിദേശികളും ഫോർട്ട് കൊച്ചി അതുപോലുള്ള ഏരിയയിലൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് ഒരു ഓട്ടോ മാർഗം നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് കേട്ടോ നമ്മൾ പോയിരുന്നത്. നമ്മൾ ഏകദേശം ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോഴേക്കും ഒരു 3-3:30 ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് മറൈൻ ഡ്രൈവിനേക്കാളും കൂടുതൽ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടത് ഫോർട്ട് കൊച്ചി തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഏരിയയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബീച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മഴ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ചൂടൊന്നും അത്ര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധികം ക്ഷീണമോ കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. അതുപോലെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ വെക്കാൻ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ പുതുതായിട്ട് കണ്ട ഈ ഒരു ടോയ് ആണ് കേട്ടോ കിയാമോക്ക് ഏറ്റവും ഇഷ്ടമായത്. ചേട്ടായി അവിടുന്ന് ഒരു കോണൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബീച്ചിലേക്ക് നടന്നത്. കിക്കിമോക്ക് ഒരു ഐസ്ക്രീം കിട്ടിയ അവൾ പിന്നെ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ആൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓടിക്കളിച്ച് ആ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഏരിയയിൽ കൂടെ നടക്കുമായിരുന്നു. അങ്ങനെ ബീച്ചിൻ്റെ മെയിൻ ഭാഗത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം തിരമാലകളൊക്കെ വരുന്ന ബീച്ചിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് ഒരുപാട് സേവ് ദ ഡേറ്റ് വീഡിയോസ് ഷൂട്ടിങ് അതുപോലെ തന്നെ ബ്രൈഡൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഞാൻ 2ാമത്തെ തവണയാണ് വിസിറ്റ് ചെയ്യുന്നത്. ആദ്യ തവണ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നത്. ആ ഒരു ടൈമിൽ കൊറോണ ആയതുകൊണ്ടും ഈ ഒരു ഭാഗത്ത് റെസ്ട്രിക്ഷൻ ആയിരുന്നു കേട്ടോ, പോലീസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗമൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഭാഗം കാണാൻ സാധിച്ചത്. ഒരുപാട് പേരാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു ബീച്ചിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ ഒരു മരത്തിൻ്റെ കീഴിലുള്ള ഈ ഒരു കാഴ്ച. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു സ്ഥലം. അങ്ങനെ ഇവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് മറൈൻ ഡ്രൈവിലേക്ക് പോയിട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.